സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവം വചനമായി നമ്മിൽ വസിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തെറ്റ് തിരുത്തുക. തെറ്റിന് ശിക്ഷയുണ്ട്. തെറ്റ് തിരുത്തിയാൽ ക്ഷമയുണ്ട്. യേശു പറയുന്നത്, നീ എനിക്ക് ബലിയർപ്പിക്കാൻ വരികയാണെങ്കിൽ നിന്റെ ബലിവസ്തു എന്റെ ബലിപീഠത്തിൽ വെച്ചിട്ട് പോയി നീ നിന്റെ സഹോദരനുമായി രമ്യപ്പെടുക. അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് പോയി പഠിക്കുവിൻ. യേശു പറയുന്നത് വചനമാണ്. ഈ വചനം നമ്മൾ കേട്ടത് കൊണ്ടല്ല, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് ദൈവരാജ്യം സമീപിക്കുന്നത്. അതുകൊണ്ടാണ് അനുദപിക്കാത്ത 100 പേരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീതിമാന്മാർ അനുദപിക്കുന്നില്ല, പാപിയാകട്ടെ അനുദപിക്കുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. യേശു പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവരെ പറ്റിയാണ്. വിശ്വാസമാണ് ഏറ്റവും സത്യം. വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകല. കാരണം യേശുവിലുള്ള വിശ്വാസം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് കാണാം, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ സഹനങ്ങളെല്ലാം സഹിച്ചതിന് ശേഷം ദൈവം അവിടെ വിശ്രമിക്കാൻ അവരോട് പറയും. അപ്പോൾ മാത്രമാണ് അവർ വിശ്രമിക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ഹൃദയം ആരാധനാലയമാണ്. ഈ ആരാധനാലയം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയം ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിച്ച് മനുഷ്യരാശിക്ക് പ്രകാശം നൽകുന്ന ദേവാലയം. ഈ ആലയം ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവമില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തെ കൂടാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് രക്ഷയുടെ പ്രാർത്ഥനയാണ്. രക്ഷാകര ചരിത്രമാണ് ക്രിസ്തു. പിതാക്കന്മാരും അവരുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അടങ്ങുന്ന ആദിമസഭ, ആ സഭയിൽ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് സഭാപുരോഹിതനായി, രക്ഷകനായി, വചനമായി ലോകത്തിലേക്ക് വന്ന യേശുവിനോടുകൂടെ 1 മണിക്കൂർ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് അസാധ്യമായത് മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നത് രക്ഷയുടെ വചനമാണ്. സഹനങ്ങൾ ക്ഷമയോടെ സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നായിരിക്കുവിൻ. ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.